ഹായ് വെൽക്കം ടു ന്യൂമറൽ എം ഗണിത് 10th സ്റ്റാൻഡേർഡിലെ 5th ചാപ്റ്ററായ ട്രിഗണോമെട്രിയിലെ പേജ് നമ്പർ 122ലെ ഫസ്റ്റ് എക്സസൈസ് ക്വസ്റ്റ്യൻസ് വരെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, when the sun is at an elevation of 35 degree, the shadow of a tree is 10 meter. What would be the length of the shadow of the same tree when the sun is at the elevation of 25 degree? 35 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിൽ സണ്ണുള്ളപ്പോൾ ട്രീയുടെ ഷാഡോ 10 മീറ്റർ ആണ് എന്നാണ് തന്നിരിക്കുന്നത്. നമുക്ക് പിക്ചർ വരയ്ക്കാം. ട്രീ, സണ്ണിൻ്റെ ഷാഡോ എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. ട്രീയുടെ ഷാഡോ 10 മീറ്റർ ആണ് എന്ന് തന്നിട്ടുണ്ട്. 35 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിലാണ് ഈ ഷാഡോ ഇരിക്കുന്നത്. ഇനി പറഞ്ഞിരിക്കുന്നത് വാട്ട് വുഡ് ബി ദ ലെങ്ത് ഓഫ് ദ ഷാഡോ ഓഫ് ദ സെയിം ട്രീ വെൻ ദ സൺ ഈസ് അറ്റ് ആൻ എലിവേഷൻ ഓഫ് 25 ഡിഗ്രി. ഇനി ചോദിച്ചിരിക്കുന്നത് സെയിം ട്രീ, സണ്ണ്, സെയിം ട്രീയിൽ 25 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷൻ ഉള്ളപ്പോൾ ട്രീയുടെ ഷാഡോ എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നെയിം ചെയ്യാം. എ, ബി, സി. സോ ഫസ്റ്റ് ട്രയാങ്കിൾ എ ബി സി കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ എ ബി സിയിൽ നിന്ന് നമുക്ക് എഴുതാം 35 ഡിഗ്രിയും ഓപ്പോസിറ്റ് സൈഡായിട്ടുള്ള ബി സിയും അഡ്ജസൻറ്റ് സൈഡായ എ സിയും കണക്ട് ചെയ്തുകൊണ്ട് പറയാം tan 35 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബി സി ബൈ അഡ്ജസൻറ്റ് സൈഡ് എ സി. സോ ബി സി ഈക്വൽ ടു എ സി ഇൻറ്റു tan 35, എ സി ഇൻറ്റു tan 35. എ സിയുടെ വാല്യൂ 10 ആണ് എന്ന് തന്നിട്ടുണ്ട്. സോ ഈക്വൽ ടു 10 ഇൻറ്റു tan 35ൻ്റെ വാല്യൂ 0.70 അപ്ലൈ ചെയ്യാം. 0.70 ദാറ്റ് ഈസ് ഈക്വൽ ടു 7 മീറ്റർ. അതായത് ബി സിയുടെ വാല്യൂ എന്ന് പറയുന്നത് 7 മീറ്റർ ആണ് എന്നാണ് തന്നിരിക്കുന്നത്. അതായത് ഹൈറ്റ് ഓഫ് ദ ട്രീ ഈക്വൽ ടു 7 മീറ്റർ. ഇതേ ട്രീ തന്നെയാണ് നമ്മുടെ സെക്കൻഡ് പിക്ചറിലും പറഞ്ഞിട്ടുള്ളത്. നെയിം ചെയ്യാം. എ, പി, ക്യു. അതായത് ബി സി എന്ന് പറയുന്ന ട്രീ തന്നെയാണ് പി ക്യു. സോ ബി സി ഈക്വൽ ടു പി ക്യു ഈക്വൽ ടു 7 മീറ്റർ. ശരിയല്ലേ? ഇനി എയിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ ദാറ്റ് മീൻസ് ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് 25 ഡിഗ്രിയാണ് എന്ന് തന്നിരിക്കുമ്പോൾ 7 മീറ്ററുള്ള ബി സി പി ക്യുവും 7 മീറ്റർ ആവുന്നു. സോ 25 ഡിഗ്രി ആംഗിളും ഓപ്പോസിറ്റ് സൈഡായ പി ക്യു 7 മീറ്ററും അഡ്ജസൻറ്റ് സൈഡായുള്ള എ ക്യുവും കണക്ട് ചെയ്തുകൊണ്ട് എഴുതാം tan 25. ദാറ്റ് മീൻസ് tan 25 is equal to ഓപ്പോസിറ്റ് സൈഡ് പി ക്യു ബൈ അഡ്ജസൻറ്റ് സൈഡ് എ ക്യു. ദാറ്റ് ഈസ് പി ക്യു എന്ന് പറയുന്നത് നമുക്കറിയാം 7 മീറ്റർ ആണെന്ന്. എ ക്യു ആണ് നമുക്ക് അറിയാത്തത്. സോ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. എ ക്യു ഈക്വൽ ടു പി ക്യു ബൈ tan 25. എങ്ങനെ എഴുതിയത്? tan 25 is equal to പി ക്യു ബൈ എ ക്യു എന്നാണ്. എ ക്യൂയുടെ പ്ലേസിലേക്ക് tan 25നെയും tan 25ൻ്റെ പ്ലേസിലേക്ക് എ ക്യുവിനെയും ഒന്ന് ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതി. ദാറ്റ് ഈസ് എ ക്യു ഈക്വൽ ടു പി ക്യു ബൈ tan 25. ദെൻ വാല്യൂ അപ്ലൈ ചെയ്യാം. പി ക്യു എന്ന് പറയുന്നത് 7 ആണ്. ഹൈറ്റ് ഓഫ് ദ ട്രീ ആണ്. സോ എ ക്യു ഈക്വൽ ടു പി ക്യു ബൈ tan 25 ഈക്വൽ ടു പി ക്യുടെ വാല്യൂ എന്ന് പറയുന്നത് 7, tan 25ൻ്റെ വാല്യൂ 0.466. ദാറ്റ് ഈസ് എ ക്യു ഈക്വൽ ടു 7 ബൈ 0.466. That is equal to
15.02 മീറ്റർ. നമ്മളോട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞത് എന്താ? ഈ ട്രീയുടെ ഷാഡോ 25 ഡിഗ്രി എലിവേഷനിലുള്ളപ്പോൾ എത്രയാണ് എന്നല്ലേ? അതായത് 15.02 മീറ്റർ AQ ആണെന്ന് നമുക്ക് കിട്ടി. ദാറ്റ് മീൻസ് ലെങ്ത് ഓഫ് ദ ഷാഡോ ഈക്വൽ ടു 15.02 meter. Third question. From the top of an electric post, two wires are stretched to either side and fixed to the ground, 25 meter apart. The wires make angles 55 degree and 40 degree with the ground. What is the height of the post? അതായത് ഒരു പോസ്റ്റിൽ നിന്ന് രണ്ട് വയേഴ്സ് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും വലിച്ചു കെട്ടിയിരിക്കുകയാണ്. ഗ്രൗണ്ടുമായി മേക്ക് ചെയ്ത ആംഗിൾസ് എന്ന് പറയുന്നത് 55 ഡിഗ്രിയും 40 ഡിഗ്രിയുമാണ്. ഓക്കെ, സോ ഗ്രൗണ്ടുമായി മേക്ക് ചെയ്ത ആംഗിൾസ് 55 ഡിഗ്രിയും 40 ഡിഗ്രിയുമാണെന്ന് ഓർത്തു. ഇനി പറഞ്ഞിരിക്കുന്നത് ഈ രണ്ട് പോർഷൻസുമായി, അതായത് വയേഴ്സ് ഗ്രൗണ്ടുമായി ടച്ച് ചെയ്ത പോർഷൻസ് 25 മീറ്റർ ഡിസ്റ്റൻസിലാണ് കിടക്കുന്നത്. ഓക്കെ, സോ ഈ രണ്ട് വയേഴ്സ് ഗ്രൗണ്ടുമായി ടച്ച് ചെയ്തതുമായിട്ടുള്ള ഡിസ്റ്റൻസ് 25 മീറ്റർ ആണ് എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഈ പോസ്റ്റിൻ്റെ ഹൈറ്റാണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ ക്വസ്റ്റ്യൻ? നമുക്ക് നെയിം ചെയ്യാം. ABCD. AD എന്ന് പറയുന്നത് ഒരു പോസ്റ്റാണ്. പോസ്റ്റിൽ നിന്ന് രണ്ട് വയേഴ്സ് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും വലിച്ചു കെട്ടിയിട്ടുണ്ട്. ഗ്രൗണ്ടുമായി ടച്ച് ചെയ്ത ഫസ്റ്റ് വയർ എന്ന് പറയുന്നത് 55 ഡിഗ്രിയും സെക്കൻഡ് വയർ എന്ന് പറയുന്നത് 40 ഡിഗ്രിയുമാണ്. ഈ രണ്ട് വയേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 25 മീറ്റർ ആണ് എന്ന് തന്നിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് പോസ്റ്റിൻ്റെ ഹൈറ്റാണ്. ഓക്കെ, നമുക്കിവിടെ രണ്ട് റൈറ്റ് ട്രയാങ്കിൾസ് കാണാം. ട്രയാങ്കിൾ ADBയും ട്രയാങ്കിൾ ADCയും. ഫസ്റ്റ് ട്രയാങ്കിൾ ADB കൺസിഡർ ചെയ്തുകൊണ്ട് എഴുതാം. ട്രയാങ്കിൾ ADBയിൽ നിന്ന് 55ഉം ഓപ്പോസിറ്റ് സൈഡായ ADയും അഡ്ജസൻറ്റ് സൈഡായ BDയും കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് tan 55 is equal to opposite side, that is AD by adjacent side BD, that is AD equal to BD into tan 55. Equation number 1. Second triangle ADC കൺസിഡർ ചെയ്യുമ്പോൾ 45 opposite side AD, adjacent side DC. So tan 40 equal to AD by DC. ഇതിൽ നിന്ന് AD equal to DC into tan 40 എന്നെഴുതാം. ഇക്വേഷൻ നമ്പർ 2. ഈ രണ്ട് ഇക്വേഷനും കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് AD equal to DC into tan 40യും AD equal to BD into tan 55 ആണ്. ദാറ്റ് മീൻസ് ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് AD തന്നെയാണ്. അപ്പോൾ നമുക്ക് എഴുതാം BD into tan 55 equal to DC into tan 40. ക്ലിയർ ആയില്ലേ? ദാറ്റ് ഈസ് BD by DC. ഈ DC റൈറ്റ് സൈഡിലുള്ളതിനെ ലെഫ്റ്റിലോട്ട് കൊണ്ടുവന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു tan 40 ബൈ ലെഫ്റ്റിലുള്ള tan 55 റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ tan 55. ഓക്കെ, ഇത് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് ലെഫ്റ്റിലും റൈറ്റിലും 1 ആഡ് ചെയ്യാം. ദാറ്റ് ഈസ് BD by DC plus 1 ഈക്വൽ ടു tan 40 by tan 55 plus 1. Okay,
ക്രോസ് ആയിട്ട് എടുക്കുന്ന സമയത്ത് ബി ഡി പ്ലസ് ഡി സി ഹോൾ ഡിവൈഡഡ് ബൈ ഡി സി ഈക്വൽ ടു ടാൻ 40 tan 55 into 1 that is plus tan 55 by tan 55. ഇവിടെ നോക്കൂ ബി ഡി ഡി സിയും ചേർന്നുകൊണ്ട് നമുക്ക് കിട്ടുന്നത് ബി സി ആണ്, അതായത് 25 മീറ്റർ ആണ്. ഇവിടെ ബി ഡി പ്ലസ് ഡി സി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബി ഡി പ്ലസ് ഡി സി എന്ന് പറയുന്നത് ബി സി ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 25 ആണ്. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ബി ഡി പ്ലസ് ഡി സിക്ക് പകരമായി 25 എന്ന്. സോ 25 ബൈ ഡി സി ഈക്വൽ ടു ടാൻ 40യുടെ വാല്യൂ 0.83 പ്ലസ് ടാൻ 55ൻ്റെ വാല്യൂ 1.42 ഡിവൈഡഡ് ബൈ ടാൻ 55 1.42. That is equal to 0.83 plus 1.42 equal to 2.25 by tan 55 in the value 1.42. Okay, 2.25 by 1.42 equal to 1.58 എന്ന് കിട്ടി. അതായത് 25 by DC equal to 1.58. അതിനർത്ഥം DC equal to 25 by 1.58 എന്നായിരിക്കില്ലേ. 25 by ഡി സി എന്ന് പറയുന്നത് 1.58 ആണ്. സോ ഡി സിയുടെ പ്ലേസിലേക്ക് 1.58ഉം 1.58ൻ്റെ പ്ലേസിലേക്ക് ഡി സിയും കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഡി സി ഈക്വൽ ടു 25 by 1.58 എന്നാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 15.82. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എന്താ? എ ഡി, അതായത് പോസ്റ്റിൻ്റെ ഹൈറ്റ് അല്ലേ. എ ഡി ഈക്വൽ ടു ഡി സി ഇൻറ്റു ടാൻ 40 എന്ന് സെക്കൻഡ് ഇക്വേഷൻ പറയുന്നുണ്ട്. നമുക്കിപ്പോൾ ഡി സിയുടെ വാല്യൂ കിട്ടി, അതായത് 15.82 എന്നുള്ളത്. ഓക്കെ, സോ ഡി സി ഈക്വൽ ടു 15.82 ഇക്വേഷൻ നമ്പർ 2-ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എ ഡി ഈക്വൽ ടു ഡി സി ഇൻറ്റു ടാൻ 40. ഡി സി എന്ന് പറയുന്നത് 15.82 ആണ്. സോ 15.82 ഇൻറ്റു ടാൻ 40 എന്നെഴുതാം. അതായത് എ ഡി ഈക്വൽ ടു 15.82 ഇൻറ്റു ടാൻ 40 ഈക്വൽ ടു 15.82 ഇൻറ്റു ടാൻ 40യുടെ വാല്യൂ 0.83. രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 13.13 മീറ്റർ. അതായത് എ ഡി ഈക്വൽ ടു 13.13 മീറ്റർ എന്നാണ് കിട്ടിയത്. എ ഡി പറയുന്നത് എന്താ? പോസ്റ്റിൻ്റെ ഹൈറ്റ് ആണ്. സോ ഹൈറ്റ് ഓഫ് ദ പോസ്റ്റ് ഈക്വൽ ടു 13.13 മീറ്റർ. സോ വി ക്യാൻ റൈറ്റ് ഹൈറ്റ് ഓഫ് ദ പോസ്റ്റ് ഈക്വൽ ടു 13.13 മീറ്റർ. നമ്മളോട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞത് വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ പോസ്റ്റ്, പോസ്റ്റിൻ്റെ ഹൈറ്റ് എന്താണ് എന്നുള്ളതാണ്. സോ ഹൈറ്റ് ഓഫ് ദ പോസ്റ്റ് ഈക്വൽ ടു 13.13 മീറ്റർ എന്ന് പറയാം. ക്ലിയർ ആയില്ലേ? ഫോർത്ത് ക്വസ്റ്റ്യൻ. എ 1.5 meter tall boy saw the top of a building under construction at an elevation of 30 degree. The completed building was 10 meters higher and the boy saw its top at an elevation of 60 degree from the same spot. What is the height of the building? അതായത് 1.5 മീറ്റർ നീളമുള്ള ഒരു കുട്ടി കൺസ്ട്രക്ഷനിലിരിക്കുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് 30 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിൽ നോക്കിക്കാണുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു ബിൽഡിങ് ഉണ്ടെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ എതിരെ നിന്നുകൊണ്ട് 1.5 മീറ്റർ ഹൈറ്റുള്ള ഒരു കുട്ടി ആ ബിൽഡിങ്ങിൻ്റെ എൻഡിലോട്ട് 30 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിൽ നോക്കിക്കാണുന്നു. ദ കംപ്ലീറ്റഡ് ബിൽഡിംഗ് വാസ് 10 meters higher and the boy saw its top at an elevation of 60 degree. അതായത് ഈ ബിൽഡിംഗ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഹൈറ്റ് ഇതിനെക്കാട്ടിലും 10 മീറ്റർ കൂടുതലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ബിൽഡിങ്ങിൻ്റെ ടോപ്പിലോട്ട് 60 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിൽ സെയിം സ്പോട്ടിൽ നിന്നുകൊണ്ട് ഈ കുട്ടി ആ ബിൽഡിങ്ങിനെ നോക്കിക്കാണുന്നു.
എങ്കിൽ വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ്? ആ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പിക്ചർ റഫ് ഫിഗർ ഇതാണ്. ഇതിനെ നമുക്കൊന്ന് കറക്റ്റ് ചെയ്ത് വരയ്ക്കാം. ആദ്യമായി നമുക്ക് റൈറ്റ് സൈഡിൽ ഒരു ബിൽഡിംഗ് വരയ്ക്കാം. ഇവിടെ ഒരു കുട്ടി നിൽക്കുന്നു. ദാറ്റ് മീൻസ് 1.5 മീറ്റർ ഹൈറ്റുള്ള ഒരു കുട്ടി നിൽക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കുട്ടിയുടെ സ്ട്രെയിറ്റ് വ്യൂ ആണ് ഇങ്ങോട്ടുള്ളത്. സ്ട്രെയിറ്റ് വ്യൂ ഗ്രൗണ്ടിന് പാരലലാണ് എന്ന് പറഞ്ഞു. സോ പാരലൽ ലൈൻ വരയ്ക്കാം. ഈ ബിൽഡിങ്ങിൻ്റെ പോയിന്റിലേക്ക് 30 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിൽ നോക്കിക്കാണുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ 10 മീറ്റർ ഹൈറ്റ് കൂടി എടുത്തുകൊണ്ട് ആ ബിൽഡിങ്ങിനെ പൂർണ്ണമായും 60 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിൽ കുട്ടി നോക്കിക്കാണുന്നു. സോ ഈ മെഷർമെൻ്റ് എന്ന് പറയുന്നത് 60 ഡിഗ്രിയും ഇവിടെ 30 ഡിഗ്രി എന്നും തന്നിട്ടുണ്ട്. ബിൽഡിങ്ങിൻ്റെ ആക്ച്വൽ ഹൈറ്റാണ് നമ്മളോട് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കുട്ടി നിൽക്കുന്നു. സോ കുട്ടിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 1.5 മീറ്റർ ആണ് എന്ന് തന്നിട്ടുണ്ട്. നെയിം ചെയ്യാം. എ, ബി, സി, ഡി, ഇ, എഫ്. അതായത് എ സി എന്ന് പറയുന്നത് ഗ്രൗണ്ടും ബി ഡി എന്ന് പറയുന്നത് കുട്ടിയുടെ സ്ട്രെയിറ്റ് വ്യൂ ആണ്. എ ബി ദാറ്റ് ഈസ് ബോയുടെ ഹൈറ്റ്, ദാറ്റ് മീൻസ് 1.5 മീറ്റർ. ബിയിൽ നിന്നുകൊണ്ട് കുട്ടി 30 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിൽ ഇ എന്ന് പറയുന്ന ബിൽഡിങ്ങിൻ്റെ പോയിൻറ്റിനെ നോക്കിക്കാണുന്നു. ദെൻ സെയിം സ്പോട്ടിൽ നിന്നുകൊണ്ട് ബിയിൽ നിന്നുകൊണ്ട് ബിൽഡിങ്ങിൻ്റെ ടോപ്പ് എൻഡ്, ദാറ്റ് മീൻസ് എഫ് എന്ന് പറയുന്ന പോയിൻറ്റിനെ 60 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിൽ നോക്കിക്കാണുകയാണ്. അതായത് ബോയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് എ ബി, ദാറ്റ് ഈസ് ഈക്വൽ ടു 1.5 മീറ്റർ ആണ്. ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് സി എഫ് ആണ്. ഇതാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഈ ഫിഗറിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം എ ബി ഈക്വൽ ടു സി ഡി ഈക്വൽ ടു 1.5 മീറ്റർ എന്ന്. ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് ദാറ്റ് മീൻസ് സി എഫ് ആണ്. ഇതിൽ സി ഡി എന്ന് പറയുന്നത് 1.5ഉം ഇ എഫ് എന്ന് പറയുന്നത് 10 മീറ്ററുമാണ്. ബിൽഡിംഗ് സി എഫ് ഈക്വൽ ടു സി ഡി പ്ലസ് ഡി ഇ പ്ലസ് ഇ എഫ് ആണ്. ഇതിൽ സി ഡിയും ഇ എഫും നമുക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ഡിയുടെ ഹൈറ്റ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്താൽ ബിൽഡിങ്ങിൻ്റെ ടോട്ടൽ ഹൈറ്റ് കിട്ടും. ഓക്കെ, അതിനായിട്ട് ഡി എക്സ് ആക്കി എടുക്കുന്നു. ദെൻ ഫസ്റ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണം. ട്രയാങ്കിൾ ബി ഡി ഇ. ട്രയാങ്കിൾ ബി ഡി ഇയിൽ നിന്ന് നമുക്ക് ബി ഡിയും ഡി ഇയും ആംഗിൾ ബിയും കണക്ട് ചെയ്തുകൊണ്ട് പറയാം tan 30. സോ tan 30 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡി ഇ by adjacent side BD. That is BD equal to DE by tan 30. ശരിയല്ലേ? ബി ഡി ഡിനോമിനേറ്ററിലാണ്. അത് tan 30യുടെ പ്ലേസിലേക്കും tan 30 ബി ഡിയുടെ പ്ലേസിലേക്കും ചേഞ്ച് ചെയ്യുന്നു. ഇനി വാല്യൂ അപ്ലൈ ചെയ്യാം. ഡിയുടെ വാല്യൂ എന്ന് പറയുന്നത് എക്സ് ആണ്. സോ എക്സ് കൊടുക്കുന്നു. ബൈ tan 30യുടെ വാല്യൂ 1/√3 ആണ്. സോ 1/√3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/√3 റെസിപ്രോക്കൽ എടുത്തുകൊണ്ടു ഡിനോമിനേറ്ററിലുള്ള √3 ന്യൂമറേറ്ററിലേക്ക് പോകുന്നു. ദാറ്റ് മീൻസ് √3x എന്ന് കിട്ടും. അതായത് ബി ഡി ഈക്വൽ ടു √3x ആണ്. ഇതുപോലെ തന്നെ നമുക്ക് ട്രയാങ്കിൾ ബി ഡി എഫ് കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ ബി ഡി എഫ് കൺസിഡർ ചെയ്യുമ്പോൾ 60 ഡിഗ്രിയാണ് ആംഗിൾ ബിയിൽ വരുന്നത്. ബി ഡി ലൈനും
ഡി എഫ് ലൈനും കണക്ട് ചെയ്തുകൊണ്ട് പറയാം tan 60 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. സോ വി ക്യാൻ റൈറ്റ് tan 60 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇവിടെ ഡി എഫ് ആണ്. സോ ഡി എഫ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ബി ഡി. ദെൻ ഡി എഫ് എന്ന് പറയുന്നത് ഡിയും ഇ എഫും ചേർന്നിട്ടുള്ളതാണ്. സോ ഡി എഫിന് പകരമായി ഡി പ്ലസ് ഇ എഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഡി എഫ് ഈസ് ഈക്വൽ ടു ഡി പ്ലസ് ഇ എഫ് ബൈ ബി ഡി. ഡി എന്ന് പറയുന്നത് എക്സ് ആണ്, ഇ എഫ് എന്ന് പറയുന്നത് 10 ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എക്സ് പ്ലസ് 10 ആണ്. സോ ഡി ഇ പ്ലസ് ഇ എഫ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 10 എന്ന് കൊടുക്കാം ബൈ ബി ഡി. ശരിയല്ലേ? ഡി എഫ് എന്ന് പറയുന്നത് 60യുടെ ഓപ്പോസിറ്റ് സൈഡാണ്. സോ ഡി എഫ് ഈസ് ഈക്വൽ ടു ഡി ഇ പ്ലസ് ഇ എഫ് ദാറ്റ് ഈസ് എക്സ് പ്ലസ് 10 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ tan 60 ഈസ് ഈക്വൽ ടു ഡി ഇ പ്ലസ് ഇ എഫ് ബൈ ബി ഡി ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 10 ബൈ ബി ഡി എന്ന് എഴുതാം. അതിനർത്ഥം ബി ഡി ഈക്വൽ ടു എക്സ് പ്ലസ് 10 ബൈ tan 60 ആണ്. എന്താ അവിടെ ചെയ്തത്? ബി ഡി ഡിനോമിനേറ്ററിലാണ്. tan 60യുടെ പ്ലേസിലേക്ക് ബി ഡിയും ബി ഡിയുടെ പ്ലേസിലേക്ക് tan 60യും ഒന്ന് ചേഞ്ച് ചെയ്ത് എഴുതി. അപ്പോൾ നമുക്ക് കിട്ടിയത് ബി ഡി ഈക്വൽ ടു എക്സ് പ്ലസ് 10 ബൈ tan 60. ഓക്കെ, വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എക്സ് പ്ലസ് 10 ബൈ tan 60യുടെ വാല്യൂ √3 ആണ്. സോ എക്സ് പ്ലസ് 10 ബൈ √3 എന്ന് എഴുതി. ബി ഡി ഈക്വൽ ടു √3 എക്സിനെ ഇക്വേഷൻ നമ്പർ 1 എന്നും ബി ഡി ഈക്വൽ ടു എക്സ് പ്ലസ് 10 ബൈ √3 എന്നുള്ളതിനെ ഇക്വേഷൻ നമ്പർ 2 എന്നും കൊടുക്കുമ്പോൾ ഇക്വേഷൻ നമ്പർ 1ൻ്റെയും ഇക്വേഷൻ നമ്പർ 2ൻ്റെയും ലെഫ്റ്റ് സൈഡ് ബി ഡി ആണ്. കമ്പൈൻ ചെയ്ത് എഴുതാം. സോ √3 എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 10 ബൈ √3. ശരിയല്ലേ? ഇനി ഡിനോമിനേറ്ററിലുള്ള √3യെ ഇവിടേക്ക് ചേഞ്ച് ചെയ്ത് എഴുതാം. ദാറ്റ് ഈസ് √3 ഇൻറ്റു √3 ദാറ്റ് ഈസ് 3. 3x ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 10 എന്ന് കിട്ടും. √3 ആണ് ഡിനോമിനേറ്ററിലുള്ളത്. √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് √3 ഇൻറ്റു √3 ദാറ്റ് ഈസ് 3x ഈക്വൽ ടു എക്സ് പ്ലസ് 10. 3x ലെഫ്റ്റിലും എക്സ് റൈറ്റിലും ഉണ്ട്. റൈറ്റിലുള്ള എക്സിനെ ലെഫ്റ്റിലോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ മൈനസ് എക്സ് ആവും. ദാറ്റ് ഈസ് 3x മൈനസ് എക്സ് 2x ആണ്. 2x ഇസ് ഈക്വൽ ടു 10. അതിനർത്ഥം എക്സ് ഇസ് ഈക്വൽ ടു 5. അതായത് ഈ ഡി എന്ന് പറയുന്നത് എക്സ് ആണ്. എക്സ് ഇസ് ഈക്വൽ ടു 5 മീറ്റർ എന്നാണ് കിട്ടിയത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റാണ്. അതായത് ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് സി ഡി പ്ലസ് ഡി ഇ പ്ലസ് ഇ എഫ് ആണ്. ശരിയല്ലേ? വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് സി ഡി 1.5 ആണ്, പ്ലസ് ഡി ഇ എന്ന് പറയുന്നത് 5 ആണ്, പ്ലസ് ഇ എഫ് എന്ന് പറയുന്നത് 1.5 ആണ്. സോറി, ഇ എഫ് എന്ന് പറയുന്നത് ഈ ഹൈറ്റാണ്. ദാറ്റ് മീൻസ് ബിൽഡിങ്ങിൻ്റെ ടോപ്പിലുള്ള പോർഷൻ ദാറ്റ് ഈസ് 10 മീറ്റർ ആണ്. സോ 10 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഒന്നുകൂടി പറയാം. സി എഫ് ആണ് ബിൽഡിങ്ങിൻ്റെ ആക്ച്വൽ ഹൈറ്റ്. സി എഫിന് സി ഡി പ്ലസ് ഡി ഇ പ്ലസ് ഇ എഫ് എന്നെഴുതാം. സി ഡി എന്ന് പറയുന്നത് 1.5ഉം ഡി ഇ എന്ന് പറയുന്നത് എക്സ് ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ആണ് എന്നും ഇ എഫ് ഈസ് ഈക്വൽ ടു 10 മീറ്റർ എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 10 പ്ലസ് 5 ദാറ്റ് ഈസ് 15, 15 പ്ലസ് 1.5 ദാറ്റ് ഈസ് 16.5 മീറ്റർ. Okay, so height of the building equal to 16.5 meter. Next question. A 1.75 meter tall man standing at the foot of a tower sees the top of a hill 40 meter away at an elevation of 60 degree. Climbing to the top of the tower, he sees it at an elevation of 50 degree. Calculate the heights of the tower and the hill. അതായത് ഒരു ടവറിൻ്റെ താഴെ 1.75 മീറ്റർ ഉയരമുള്ള ഒരു കുട്ടി 40 മീറ്റർ ഡിസ്റ്റൻസിലുള്ള ഒരു ഹില്ലിനെ 60 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിൽ
നോക്കിക്കാണുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു ടവർ നമ്മളിങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഈ ടവറിൻ്റെ താഴെ നിൽക്കുന്ന കുട്ടി ഹൈറ്റ് എന്ന് പറയുന്നത് 1.75 മീറ്റർ നീളമാണ്. ഓക്കെ, ഇവിടെ നിൽക്കുന്ന ഈ കുട്ടി ഇവിടെ 40 മീറ്റർ ഡിസ്റ്റൻസിലുള്ള ഒരു ഹില്ലിൻ്റെ ടോപ്പിലേക്ക് 60 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിൽ നോക്കിക്കാണുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കുട്ടിയുടെ സ്ട്രെയിറ്റ് വ്യൂ ആയിട്ട് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഗ്രൗണ്ടുമായി പാരലലാണ് സ്ട്രെയിറ്റ് വ്യൂ എന്ന് നമുക്കറിയാം. ഇനി പറഞ്ഞിരിക്കുന്നത് ക്ലൈംബിംഗ് ടു ദ ടോപ്പ് ഓഫ് ദ ടവർ. ടവറിൻ്റെ മുകളിലോട്ട് ഈ കുട്ടി കയറിയതിന് ശേഷം ഹി സീസ് ഇറ്റ് അറ്റ് ആൻ എലിവേഷൻ ഓഫ് 50 ഡിഗ്രി. അതായത് ഈ സെയിം പോയിന്റിനെ 50 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിൽ നോക്കിക്കാണുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കുട്ടി ഇവിടെ നിന്നുകൊണ്ട് ഈ സെയിം പോയിന്റിനെ 50 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിൽ നോക്കിക്കാണുന്നു. അതായത് കുട്ടിയുടെ സ്ട്രെയിറ്റ് വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് 50 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിൽ സെയിം പോയിന്റിനെ നോക്കിക്കാണുന്നു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ ഹൈറ്റ്സ് ഓഫ് ദ ടവർ ആൻഡ് ദ ഹിൽ. അതായത് ഹില്ലിൻ്റെ ഹൈറ്റും ടവറിൻ്റെ ഹൈറ്റുമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ കുട്ടി നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്കറിയാം 1.75 മീറ്റർ ഹൈറ്റാണ് ഈ കുട്ടിക്ക്. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയുടെ ഹൈറ്റ് 1.75 എന്ന് എഴുതി. ഇവിടെയും ഈ കുട്ടി നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെയുള്ള ലെങ്ത്തിന് 1.75 മീറ്റർ എന്ന് കൊടുക്കാം. ഓക്കെ, ഈ പിക്ചറിനെ നമുക്കൊന്നും കൂടി നീറ്റാക്കി വരയ്ക്കാം. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ടവർ വരയ്ക്കുന്നു, റൈറ്റ് സൈഡിൽ ഹില്ല്. ദെൻ കുട്ടിയുടെ വ്യൂ എന്ന് പറയുന്നത് ഗ്രൗണ്ടിന് പാരലലാണ് എന്ന് പറഞ്ഞു. സോ ഇവിടെ ഒരു കുട്ടി നിൽക്കുന്നു എങ്കിൽ കുട്ടിയുടെ സ്ട്രെയിറ്റ് വ്യൂ ഗ്രൗണ്ടിന് പാരലാക്കി എടുക്കാം. ഓക്കെ, ഇനി പറഞ്ഞിരിക്കുന്നത് ഈ ടവറിൻ്റെ മേലെ നിന്നുകൊണ്ട് ഈ കുട്ടി 50 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിൽ സെയിം പോയിന്റിലോട്ട് നോക്കിക്കാണുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയല്ലേ? അതായത് കുട്ടി ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 50 ഡിഗ്രിയാണ്. അപ്പോൾ കുട്ടിയുടെ വ്യൂ, അതായത് സ്ട്രെയിറ്റ് വ്യൂ എന്ന് പറയുന്നത് ഇവിടെ വരും. ഇവിടെ 50 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിൽ നോക്കിക്കാണുന്നു. സോ ഈ ആംഗിൾ എന്ന് പറയുന്നത് 50 ഡിഗ്രി ആണ് എന്ന് കിട്ടി. ഇവിടെ കുട്ടി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ കുട്ടിയെ നമുക്ക് ഇവിടെ ആയിട്ട് കണക്ട് ചെയ്ത് വരയ്ക്കാം. ദെൻ ഇനി പറഞ്ഞിരിക്കുന്നത് ഇവിടെ കുട്ടി നിൽക്കുമ്പോൾ കുട്ടിയുടെ വ്യൂ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് വ്യൂ ഇതായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെയുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ 60 ഡിഗ്രി ആണ് എന്ന് പറഞ്ഞു. അതായത് സെയിം പോയിന്റിലോട്ട് ഇവിടെ നിന്നുകൊണ്ട് കുട്ടി 60 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിൽ നോക്കിക്കാണുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ടവറാണ്. റൈറ്റ് സൈഡിൽ നമ്മൾ കൺസിഡർ ചെയ്തത് ഹില്ലായിട്ടാണ്. ഹില്ലിൻ്റെയും ടവറിൻ്റെയും ഹൈറ്റാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇതിനായിട്ട് കുട്ടിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 1.75 മീറ്റർ ആണെന്ന് പറഞ്ഞത്. സോ ലെഫ്റ്റ് സൈഡിൽ ടവറിൻ്റെ താഴെ നിൽക്കുന്ന കുട്ടിയുടെ ഹൈറ്റ് 1.75 ആണെന്ന് എടുത്തു. അതുകൊണ്ട് തന്നെ ഹില്ലിൻ്റെ റൈറ്റ് സൈഡ് നമുക്ക് 1.75 മീറ്റർ കൊടുക്കാം. ഇനി ടവറിൻ്റെ മേലെ നിന്നുകൊണ്ട് കുട്ടി എഗെയിൻ നോക്കി കാണുന്നു. ദാറ്റ് മീൻസ് ഇവിടെയും കുട്ടിയുടെ ഹൈറ്റ് 1.75 മീറ്റർ എന്ന് കൊടുക്കാം. റൈറ്റ് സൈഡും അതുകൊണ്ട് തന്നെ 1.75 തന്നെ കൊടുക്കാം. ഇനി നെയിം ചെയ്യാം. എ, ബി, സി, ഡി, ഇ, എഫ്, ജി, എച്ച്, ഐ. ഓക്കെ, അതായത് ഇവിടെയുള്ള ടവറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എ ബിയും ഹില്ലിൻ്റെ ഹൈറ്റ് ഡി എഫും ആണ്. ടവറിൻ്റെ ഹൈറ്റ് എ ബിയിൽ നിന്ന് നമുക്ക് എ ബിയെ ബി സി പ്ലസ് എ സി എന്നെഴുതാം. ബി സി 1.75 മീറ്റർ ആണ് എന്നറിയാം. എ സി കൂടി ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ എ സി പ്ലസ് ബി സി ഈസ് ഈക്വൽ ടു ടവറിൻ്റെ ഹൈറ്റ്, ദാറ്റ് മീൻസ് എ ബി കിട്ടും. ഇനി പറഞ്ഞിരിക്കുന്നത് ഹില്ലിൻ്റെ ഹൈറ്റാണ്.
ദാറ്റ് മീൻസ് ഹില്ലിൻ്റെ ഹൈറ്റ് ഡി എഫ് എന്ന് പറയുന്നത് ഡി ഇ പ്ലസ് ഇ ഐ പ്ലസ് ജി ഐ പ്ലസ് ജി എഫ് ആണ്. ശരിയല്ലേ? ഇവിടെ ഡി ഇ ഈക്വൽ ടു 1.75 ജി ഐ ഇസ് ഈക്വൽ ടു 1.75 ആണ്. ഇതിൽ ഇ ഐ ദാറ്റ് ഈസ് എ സി ഫൈൻഡ് ഔട്ട് ചെയ്താൽ, അതിനോടൊപ്പം തന്നെ ജി എഫ് ഫൈൻഡ് ഔട്ട് ചെയ്താൽ, ഇത് നാലും കൂടി ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഹില്ലിൻ്റെ ഹൈറ്റാണ്. ഇവിടെ ടവറിൽ നിന്ന് 40 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഹില്ല് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ടവറും ഹില്ലും തമ്മിലുള്ള ഡിസ്റ്റൻസ് 40 മീറ്റർ ആണ്. അതിനർത്ഥം ബിയും ഡിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് 40 മീറ്റർ ആണ്. സോ സി ഇ ഈക്വൽ ടു 40 മീറ്റർ ആണെന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ എ ഐ ഇസ് ഈക്വൽ ടു 40 മീറ്റർ. സോ എച്ച് ജി ഈക്വൽ ടു 40 മീറ്റർ. ഓക്കെ, ആദ്യമായി നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ദാറ്റ് മീൻസ് സി ഇ എഫ് കൺസിഡർ ചെയ്യാം. റൈറ്റ് ട്രയാങ്കിൾ സി ഇ എഫിൽ നിന്ന് നമുക്ക് എഴുതാം 60യും സിയും ഇ എഫും കണക്ട് ചെയ്ത് എഴുതാം tan 60. സോ tan 60 is equal to opposite side by adjacent side. Opposite side ഇ എഫും adjacent side സിയും. സോ tan 60 equal to ഇ എഫ് ബൈ സി. ഇതിൽ ഇ എഫ് ഈക്വൽ ടു സി ഇൻറ്റു ടാൻ 60 ആണ്. ശരിയല്ലേ? വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് സി എന്ന് പറയുന്നത് 40 ആണ്. സോ 40 ഇൻറ്റു ടാൻ 60 ഈസ് ഈക്വൽ ടു 1.732 ദാറ്റ് ഈസ് ഈക്വൽ ടു 69.28 മീറ്റർ. ഓക്കെ, അതായത് ഇ എഫ് എന്ന് പറയുന്നത് 69.28 മീറ്റർ എന്ന് കിട്ടി. നമുക്ക് വേണ്ടത് എന്താ? ഹില്ലിൻ്റെ ഹൈറ്റാണ്. ശരിയല്ലേ? ഹില്ലിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഡി ഇ പ്ലസ് ഇ എഫ് ആണ്. ഇ എഫ് എന്ന് പറയുന്നത് 69.28ഉം ഡി എന്ന് പറയുന്നത് 1.75 ആണ്. രണ്ടും കൂടി ആഡ് ചെയ്ത് എഴുതാം. ഹൈറ്റ് ഓഫ് ദ ഹിൽ ഈക്വൽ ടു ഇ ഡി പ്ലസ് ഇ എഫ്. ഇ ഡി എന്ന് പറയുന്നത് 1.75 ആണ്. സോ 1.75 പ്ലസ് ഇ എഫ് എന്ന് പറയുന്നത് 69.28 ആണ്. സോ 69.28 രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 71.03 മീറ്റർ. അതായത് ഹൈറ്റ് ഓഫ് ദ ഹിൽ ഈക്വൽ ടു 71.03 മീറ്റർ. ഇനി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എന്താ? ഈ ടവറിൻ്റെ ഹൈറ്റാണ്. ടവറിൻ്റെ ഹൈറ്റ് എന്താ? എ ബി ആണ്. ശരിയല്ലേ? എ ബിയിൽ ബി സി നമുക്കറിയാം 1.75 ആണെന്ന്. എ സി ഫൈൻഡ് ഔട്ട് ചെയ്താൽ ടവറിൻ്റെ ഹൈറ്റായി. ഈ എ സി തന്നെയല്ലേ ഇ ഐയും? അതെ, നമുക്കറിയുന്നത് എന്താ? ഇ എഫ് ആണ്. ഇ എഫ് എന്ന് പറയുന്നത് ഇയിൽ നിന്ന് എഫിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അതായത് ഇ ഐയും ജി ഐയും ജി എഫും കൂടി ആഡ് ചെയ്തിട്ട് കിട്ടുന്നതാണ് ഇ എഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു 69.28. ഇതിൽ ഇ ഐയും ജി എഫും സെപ്പറേറ്റ് ചെയ്ത് പറയാനായിട്ട് നമുക്കറിയില്ല. പക്ഷേ ജി ഐ 1.75 മീറ്റർ ആണെന്ന് അറിയാം അല്ലേ? അപ്പോൾ എ സി ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഇ എഫിൽ നിന്ന് ജി എഫും ജി ഐയും കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എ സി ആയിരിക്കില്ലേ? എന്താണ്? ഇ എഫ് എന്ന് പറയുന്ന ഹൈറ്റ് ഇപ്പോൾ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ആ ഇ എഫിൽ നിന്ന് ജി ഐയും ജി എഫും പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇ ഐ ആണ്. ഈ ഇ ഐ തന്നെയാണ് എ സി. ഓക്കെ, അപ്പോൾ ജി ഐ നമുക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ജി എഫ് എന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക. എന്നിട്ട് ഇ എഫിൽ നിന്ന് ജി എഫും ജി ഐയും സബ്ട്രാക്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ജി ഐ ആണ്. ആ ജി ഐ തന്നെ ആയിരിക്കും എ സി. ഓക്കെ, എ സി കിട്ടിക്കഴിഞ്ഞാൽ എ സി പ്ലസ് ബി സി, അതായത് എ ബി എന്ന് പറയുന്ന ഹൈറ്റ് ഓഫ് ദ ടവർ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിനായി ട്രയാങ്കിൾ എച്ച് ജി എഫ് കൺസിഡർ ചെയ്യാം. ഓക്കെ, എച്ച് ജി എഫ്.
ഇതിൽ എച്ച് 50 ഡിഗ്രി ആണെന്നറിയാം, ജി എഫ് അറിയില്ല. എച്ച് ജി എന്ന് പറയുന്നത് 40 മീറ്ററാണ്. സോ 40 മീറ്ററും ജി എഫും 50യും കണക്ട് ചെയ്തുകൊണ്ട് പറയാം tan 50. സോ tan 50 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ്, ദാറ്റ് മീൻസ് ജി എഫ്. ജി എഫ് ബൈ adjacent side, that is HG. അതായത് ജി എഫ് ബൈ എച്ച് ജി എന്ന് പറയുന്നത് 40 ആണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, ഇതിൽ നിന്ന് ജി എഫ് ഈക്വൽ ടു 40 ഇൻറ്റു tan 50. ക്ലിയർ ആയില്ലേ? ദാറ്റ് ഈസ് 40 ഇൻറ്റു tan 50യുടെ വാല്യൂ 1.1918. ദാറ്റ് ഈസ് ഈക്വൽ ടു 47.67 മീറ്റർ. ഓക്കെ, അതായത് ജി എഫ് ഈസ് ഈക്വൽ ടു 47.67 മീറ്റർ. ഇവിടെ നമുക്ക് ഇ എഫിൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു 69.28 മീറ്റർ എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത് ജി എഫ് ഇസ് ഈക്വൽ ടു 47.67 മീറ്റർ ആണെന്ന്. ജി ഐയുടെ വാല്യൂ 1.75 മീറ്റർ എന്ന് നമുക്കറിയാം. അപ്പോൾ ഇ എഫിൽ നിന്ന് ജി ഐയും ജി എഫും സബ്ട്രാക്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇ ഐയുടെ വാല്യൂ ആയിരിക്കും. ഇ ഐ തന്നെയാണ് എ സി. ഓക്കെ, അതിനായിട്ട് ഇ എഫ് എന്ന് പറയുന്നത് ഇ ഐ പ്ലസ് ജി ഐ പ്ലസ് ജി എഫ് ആണ്. ശരിയല്ലേ? നമുക്ക് വേണ്ടത് എന്താ? ഇ ഐ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇ ഐ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഇ എഫിൽ നിന്നും ജി ഐ പ്ലസ് ജി എഫ് സബ്ട്രാക്ട് ചെയ്ത് മാറ്റിയാൽ മതി. ശരിയല്ലേ? ഇ എഫ് എന്ന് പറയുന്നത് എന്തായിരുന്നു? 69.28 മീറ്റർ ആണ്. സോ 69.28ൽ നിന്ന് ജി ഐ പ്ലസ് ജി എഫ്. ജി ഐ എന്ന് പറയുന്നത് 1.75 ആണ്. ജി എഫ് എന്ന് പറയുന്നത് 47.67 ആണ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത് 49.42 ആണ്. സോ 49.42 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നു 69.28 മൈനസ് 49.42, ദാറ്റ് ഈസ് ഈക്വൽ ടു 19.86 മീറ്റർ. ഓക്കെ, അതായത് ഇ ഐ ദാറ്റ് ഈസ് എ സി ഈക്വൽ ടു 19.86 മീറ്റർ. ഓക്കെ, നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എന്താ? ടവറിൻ്റെ ഹൈറ്റാണ്, അതായത് എ ബി ആണ്. സോ എ ബി ഈക്വൽ ടു എ സി പ്ലസ് ബി സി. അതായത് എ സി എന്ന് പറയുന്നത് 19.86 മീറ്റർ എന്ന് കിട്ടി. ബി സി എന്ന് പറയുന്നത് 1.75 മീറ്റർ ആണെന്ന് നമുക്കറിയാം. സോ ഹൈറ്റ് ഓഫ് ദ ടവർ ഈക്വൽ ടു ബി സി പ്ലസ് എ സി. അതായത് ബി സി എന്ന് പറയുന്നത് 1.75ഉം പ്ലസ് എ സി എന്ന് പറയുന്നത് 19.86ഉം രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 21.61 മീറ്റർ. അതായത് ടവറിൻ്റെ ഹൈറ്റ് 21.61 മീറ്റർ. നമ്മളോട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഹില്ലിൻ്റെ ഹൈറ്റും ടവറിൻ്റെ ഹൈറ്റുമാണ്. ഹില്ലിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 71.03 മീറ്റർ എന്നും ടവറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 21.61 മീറ്റർ എന്നും കിട്ടി. ഓക്കെ, 6th question. A man 1.8 meter tall standing at the top of a telephone tower saw the top of a 10 meter high building at a depression of 40 degree and the base of the building at a depression of 60 degree. What is the height of the tower? How far is it from the building? അതായത് ഒരു ടെലിഫോൺ ടവറിൻ്റെ മേലെ നിന്നുകൊണ്ട് 1.8 മീറ്റർ ഹൈറ്റുള്ള ഒരാൾ 40 ഡിഗ്രി ആംഗിൾ ഓഫ് ഡിപ്രഷനിൽ 10 മീറ്റർ ഹൈറ്റുള്ള ഒരു ടവറിൻ്റെ ടോപ്പിനെ നോക്കിക്കാണുന്നു. അതിനുശേഷം 60 ഡിഗ്രി ആംഗിൾ ഓഫ് ഡിപ്രഷനിൽ
സെയിം ബിൽഡിങ്ങിൻ്റെ ബേസിനെ നോക്കിക്കാണുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ടവറിൻ്റെ ഹൈറ്റും ആ ടവറിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണ് ആ ബിൽഡിങ് എന്നുമാണ്. അതിനായി ഒരു റഫ് ഫിഗർ വരയ്ക്കാം. ടെലിഫോൺ ടവറിൻ്റെ മേലെ നിൽക്കുന്ന കുട്ടിയുടെ സ്ട്രെയിറ്റ് വ്യൂ ആണ്. ഇവിടെ നിന്ന് 10 മീറ്റർ ഹൈറ്റുള്ള ബിൽഡിങ്ങിൻ്റെ ടോപ്പിലോട്ട് 40 ഡിഗ്രി ആംഗിൾ ഓഫ് ഡിപ്രഷനിൽ നോക്കിക്കാണുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി പറഞ്ഞിരിക്കുന്നത് സെയിം പോയിന്റിൽ നിന്നുകൊണ്ട് ഈ ബിൽഡിങ്ങിൻ്റെ ബേസിനെ 60 ഡിഗ്രി ആംഗിൾ ഓഫ് ഡിപ്രഷനിൽ നോക്കിക്കാണുന്നു. ഓക്കെ, നമുക്കറിയാം സ്ട്രെയിറ്റ് വ്യൂ എന്ന് പറയുന്നത് ഗ്രൗണ്ടിന് പാരലലാണ് എന്നുള്ളത്. ഈ രണ്ട് പോയിൻറ്റ്സിനെ തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കാം. ഇപ്പോൾ നമുക്ക് കിട്ടിയത് 10 മീറ്റർ ആണ് ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എന്നുള്ളതായിരുന്നു. സോ ഇവിടെ ലെഫ്റ്റിൽ നമുക്ക് 10 മീറ്റർ എന്ന് കൊടുക്കാം. ഈ മാനിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 1.8 മീറ്റർ ആണ്. ഓക്കെ, ഇവിടെ നിന്നുകൊണ്ട് ബിൽഡിങ്ങിൻ്റെ ടോപ്പിലോട്ടും ബിൽഡിങ്ങിൻ്റെ ബേസിലോട്ടും നോക്കിക്കാണുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ബിൽഡിങ്ങിൻ്റെ ടവറാണ്, ടെലിഫോൺ ടവറാണ് ഇത്. 10 മീറ്റർ എന്ന് പറയുന്നത് ബിൽഡിംഗ് ആണ്. ഓക്കെ, ഇതിനെ നമുക്ക് ഒന്ന് ക്ലിയർ ആയിട്ട് വരയ്ക്കാം. ലെഫ്റ്റിൽ ടെലിഫോൺ ടവറാണ്, ഗ്രൗണ്ട്, ഇവിടെ ഒരു 10 മീറ്റർ ഹൈറ്റുള്ള ഒരു ബിൽഡിംഗ് ഉണ്ട്. ടവറിൻ്റെ മേലെ നിൽക്കുന്ന കുട്ടി ഈ ബിൽഡിങ്ങിൻ്റെ ടോപ്പിനെ നോക്കി കാണുന്നു. അതേപോലെ തന്നെ സെയിം പോയിന്റിൽ നിന്നുകൊണ്ട് ബിൽഡിങ്ങിൻ്റെ ബേസിനെയും നോക്കി കാണുന്നു. കുട്ടിയുടെ സ്ട്രെയിറ്റ് വ്യൂ ആണ് ഇത്. ഓക്കെ, ഇവിടെ നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 10 മീറ്റർ ആണ് ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ്. സോ ഇവിടെ നമ്മൾ 10 മീറ്റർ എന്ന് കൊടുക്കുന്നു. സെയിം മെഷർമെൻറ്റ് തന്നെയായിരിക്കും ലെഫ്റ്റിൽ. ഇനി പറഞ്ഞിട്ടുള്ളത് 1.8 മീറ്റർ ഹൈറ്റുള്ള കുട്ടി എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ ആദ്യം നോക്കി കണ്ടത് 40 ഡിഗ്രി ആംഗിൾ ഓഫ് ഡിപ്രഷനിലും പിന്നെ 60 ഡിഗ്രി ആംഗിൾ ഓഫ് ഡിപ്രഷനിലുമാണ്. അതായത് ഈ ആംഗിൾ 40 ഡിഗ്രി ആണ് എന്നുള്ളതിൻ്റെ അർത്ഥം ഇവിടെ നിന്ന് മേക്ക് ചെയ്യുന്ന ഈ ആംഗിളും, അതായത് ഇതുവരെയുള്ള മെഷർമെൻ്റാണ് 40 ഡിഗ്രി എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ആംഗിൾ 40 ഡിഗ്രി ആയി മാറും. സോ സെക്കൻഡ് ഡിപ്രഷൻ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. സോ 60 ഡിഗ്രി ഇവിടെ ആംഗിൾ ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഫിഗറിനെ ഒന്ന് നെയിം ചെയ്യാം. എ, ബി, സി, ഡി, ഇ, എഫ്, ജി, എച്ച്. അതായത് ടവറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസാണ്. അതായത് എയിൽ നിന്ന് ജിയിലേക്കുള്ള ഡിസ്റ്റൻസാണ് ടവർ. ഓക്കെ, അതേപോലെ തന്നെ ബിൽഡിങ് എന്ന് പറയുന്നത് ബിയിൽ നിന്ന് സിയിലേക്കുള്ളതാണ്. അത് 10 മീറ്റർ ആണ് എന്ന് തന്നിട്ടുണ്ട്. ബിൽഡിങ്ങും ടവറും തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കതിനെ എക്സ് മീറ്റർ എന്നെടുക്കാം. ഓക്കെ, അതായത് എ ബി ഈക്വൽ ടു എക്സ് മീറ്റർ. എ ജി ഹൈറ്റ് ഓഫ് ദ ടവർ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിൽ എ ജി എന്ന് പറയുന്നത് എ എച്ച് പ്ലസ് എച്ച് ജി ആണ്. എ എച്ച് എന്ന് പറയുന്നത് 10 മീറ്റർ ആണ് എന്നറിയാം. എച്ച് ജി ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എ എച്ച് പ്ലസ് എച്ച് ജിയിൽ നിന്ന് എ ജി, ദാറ്റ് മീൻസ് ഹൈറ്റ് ഓഫ് ദ ടവർ കിട്ടും. ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ബി സി 10 മീറ്റർ ആണ്. ഇനി നമ്മളോട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഈ ബിൽഡിങ്ങും ടവറും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ദാറ്റ് മീൻസ് എ ബി ആണ്. ഇത് നമുക്ക് അറിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതിനെ നമ്മൾ എക്സ് മീറ്റർ എന്ന് എടുത്തു.
ഓക്കെ. ഹൈറ്റ് ഓഫ് ദ മാൻ എന്ന് പറയുന്നത് 1.8 മീറ്റർ ആണ് എന്നും തന്നിട്ടുണ്ട്. ക്ലിയർ? ദെൻ നമുക്ക് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ CHF. ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ സിയിൽ ഒരു 40 ഡിഗ്രി മേക്ക് ചെയ്യുന്നത് കാണാം. HF ഉണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ. അഡ്ജസൻറ്റ് സൈഡ് HC ആണ്. AB X മീറ്റർ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ HC എന്ന് പറയുന്നത് X മീറ്റർ ആയിരിക്കും. ഓക്കെ. സോ ട്രയാങ്കിൾ CHF കൺസിഡർ ചെയ്യുന്നു. CHF കൺസിഡർ ചെയ്യുന്ന സമയത്ത് ആംഗിൾ എന്ന് പറയുന്നത് 40 ഡിഗ്രിയാണ്. ദാറ്റ് മീൻസ് tan 40 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ്, അതായത് HF ബൈ അഡ്ജസൻറ്റ് സൈഡ് HC. ഓക്കെ. ദാറ്റ് ഈസ് HF ഈക്വൽ ടു HC ഇൻറ്റു tan 40. വാല്യൂ അപ്ലൈ ചെയ്യാം. HC എന്ന് പറയുന്നത് X മീറ്റർ ആണ്. ദാറ്റ് ഈസ് HF ഈക്വൽ ടു HC, that is AB equal to X meter. So X into tan 40. Tan 40 വാല്യൂ 0.8391. So HF equal to 0.8391 X. ഇനി നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത് ട്രയാങ്കിൾ ABF ആണ്. റൈറ്റ് ട്രയാങ്കിൾ ABF കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആംഗിൾ 60 ഡിഗ്രി, ഓപ്പോസിറ്റ് സൈഡ് AF, അഡ്ജസൻറ്റ് സൈഡ് AB. സോ tan 60 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് AF ബൈ അഡ്ജസൻറ്റ് സൈഡ് AB. അതായത് AF ഈക്വൽ ടു AB ഇൻറ്റു tan 60 എന്നെഴുതാം. ABയെ നമ്മൾ X ആയിട്ടാണ് എടുത്തത് അല്ലേ? സോ AF ഈക്വൽ ടു ABX, ദാറ്റ് ഈസ് X ഇൻറ്റു tan 60. tan 60യുടെ വാല്യൂ അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് AF ഈക്വൽ ടു tan 60യുടെ വാല്യൂ 1.7321 ആണ്. ദാറ്റ് ഈസ് AF ഈക്വൽ ടു 1.7321 X. ഓക്കെ. ഇക്വേഷൻ നമ്പർ 2. ആദ്യം കിട്ടിയ നമുക്ക് ഇക്വേഷൻ എന്ന് പറയുന്നത് HF ആണ്. ദാറ്റ് ഈസ് 0.8391 X എന്നാണ്. ഇപ്പോൾ കിട്ടിയത് AF ആണ്. ദാറ്റ് ഈസ് 1.7321 X. ഇനി നോക്കൂ, ആദ്യത്തെ ഇക്വേഷൻ HF ആയിരുന്നു. അതായത് എച്ചിൽ നിന്ന് എഫിലേക്കുള്ള ഡിസ്റ്റൻസ് HF, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.8391 X ആണ്. ഇപ്പോൾ കിട്ടിയത് എന്താ? AF ആണ്. ദാറ്റ് ഈസ് എയിൽ നിന്ന് എഫിലേക്കുള്ള ഡിസ്റ്റൻസ് 1.7321 X ആണ്. അതായത് AFൽ നിന്ന് HF സബ്ട്രാക്ട് ചെയ്ത് മാറ്റുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ? AH ആണ്. ശരിയല്ലേ? AFൽ നിന്ന് HF സബ്ട്രാക്ട് ചെയ്ത് മാറ്റുമ്പോൾ നമുക്ക് കിട്ടുന്നത് AH ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 മീറ്റർ ആണ്. സോ AF മൈനസ് HF ചെയ്യാം. ദാറ്റ് ഈസ് AF മൈനസ് HF എന്ന് പറയുന്നത് AFൽ നിന്ന് HF മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് AH ആണ്. AF എന്ന് പറയുന്നത് എന്തായിരുന്നു? 1.7321 X ആണ്. സോ 1.7321 Xൽ നിന്ന് HF എന്ന് പറയുന്നത് 0.8391 X സബ്ട്രാക്ട് ചെയ്ത് മാറ്റുമ്പോൾ നമുക്ക് കിട്ടുന്നത് AH, ദാറ്റ് ഈസ് ഈക്വൽ ടു 10 മീറ്റർ. ലെഫ്റ്റ് സൈഡ് സബ്ട്രാക്ട് ചെയ്യാം. അതായത് 1 - 1 0, ദെൻ 3, 9, ദെൻ 8, ദെൻ 0. അതായത് 0.8930 X is equal to 10 മീറ്റർ എന്നാണ് കിട്ടിയത്. ഇതിൽ നിന്ന് നമുക്ക് എക്സിൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ദാറ്റ് ഈസ് X is equal to 10 by 0.8930. ദാറ്റ് ഈസ് ഈക്വൽ ടു 11.2 മീറ്റർ. അതായത് എക്സ് എയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ്, ടെലിഫോൺ ടവറും ബിൽഡിങ്ങും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 11.2 മീറ്റർ.
അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടവർ ആൻഡ് ദ ബിൽഡിംഗ് ഈക്വൽ ടു 11.2 മീറ്റർ. ശരിയല്ലേ? ഇനി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എന്താ? ഹൈറ്റ് ഓഫ് ദ ടവറാണ്. ടവറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് AG ആണ്. AG AH എന്ന് പറയുന്നത് 10 മീറ്റർ ആണെന്നറിയാം. GH അറിയില്ല. പക്ഷേ നമുക്ക് AF എന്ന് പറയുന്നത് x tan 60, അതായത് 1.7321 x ആണെന്നറിയാം. AF എന്ന് പറയുന്നത് 1.7321 x ആണെന്നറിയാം. എക്സിൻ്റെ വാല്യൂ 11.2 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ AFൻ്റെ വാല്യൂ 1.7321 ഇൻറ്റു 11.2 ആണ്. അതിൽ GF എന്ന് പറയുന്നത് 1.8. ആ AFൽ നിന്ന് GF മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് AG ആയില്ലേ? അതായത് AFൽ നിന്ന് GF മൈനസ് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് AG, ദാറ്റ് ഈസ് ഹൈറ്റ് ഓഫ് ദ ടവറാണ്. ഓക്കെ, അതിനായിട്ട് നമുക്ക് AF എന്താണെന്ന് നോക്കാം. AF 1.7321 x ആണ്. സോ AF ഇസ് ഈക്വൽ ടു 1.7321 x എന്ന് പറയുന്നത് 11.2 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 19.39 മീറ്റർ എന്നാണ്. ഓക്കെ, അതായത് AF എന്ന് പറയുന്നത് 19.39 മീറ്റർ എന്ന് കിട്ടി. GF എന്താ? 1.8 മീറ്റർ ആണ്. AFൽ നിന്ന് GF മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് AG ആണ്. AG ആണ് ടവറിൻ്റെ ഹൈറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് AF മൈനസ് GF ചെയ്യാം. AF എന്ന് പറയുന്നത് 19.39 മൈനസ് GF എന്ന് പറയുന്നത് 1.82 ആണ്. ഇത് രണ്ടും കൂടി മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 17.6 മീറ്റർ. അതായത് ടവറിൻ്റെ ഹൈറ്റ് AG എന്ന് പറയുന്നത് 17.6 മീറ്റർ. സോ വി ക്യാൻ റൈറ്റ് ഹൈറ്റ് ഓഫ് ദ ടവർ ഈക്വൽ ടു 17.6 മീറ്റർ. നമ്മളോട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടവർ ആൻഡ് ദ ബിൽഡിംഗ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 11.2 മീറ്റർ എന്നും ദെൻ ഹൈറ്റ് ഓഫ് ദ ടവർ ദാറ്റ് ഈസ് ഈക്വൽ ടു 17.6 മീറ്റർ എന്നും കിട്ടി. ഓക്കെ, ക്ലിയർ ആയില്ലേ?